അധ്യായം 2 മന്ത്രം. സയഥോ വർണ്ണനാഭിസ്തന്ധനോച്ചരേത് യഥാഗ്നേ ക്ഷുദ്രാ വിസ്ഫുലിംഗാ വിച്ചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിച്ചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. വിസ്ഫുലിംഗ യഥാചാഗ്നിർജായന്തേ അഗ്നിസ്വഭാവകഃ സുഷുപ്താദാത്മനസ്തദ്വത് പ്രാണാദീനാം സമദ്ഭവഃ. ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ സുഷുപ്താദാത്മനഃ, ആ സുഷുപ്താത്മാവിൽ നിന്ന്, ഈ ജീവൻ സുഷുപ്തനായിരുന്നപ്പോൾ വിജ്ഞാനമായിരുന്നു എന്നിവിടെ പറയും. അവിടെ ശേഷിച്ചിരുന്നെന്തോ അത് ആത്മാ, സ്വസ്വരൂപം. അതിൽ നിന്നും പ്രാണാദീന സമുദ്ഭവ, പ്രാണാദികളുടെ ഉത്പത്തി ഉണ്ടായി. സുഷുപ്തോദാഹൃതർയേയം തയാ സമുപലക്ഷ്യതേ വിശ്വാഭിവ്യക്തി പൂർവം ബ്രഹ്മൈവ നാമരൂപകം. ഇവിടെ പറയുന്ന ഈ സുഷുപ്തി എന്ന് പറയുന്നൊരു ഉദാഹരണമാണ്. അങ്ങനെ ധരിക്കരുത്. ഞാൻ ഉറങ്ങിക്കിടന്നു, ഉണർന്നു, ഉറങ്ങിക്കിടന്നു ഞാൻ, എന്നിൽ നിന്ന് ഈ ലോകമെല്ലാം ഉണ്ടായി, അങ്ങനെ ധരിക്കരുത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. രജ്ജുസർപ്പം എന്ന് പറയുന്നു. രജ്ജുസർപ്പം എന്ന് പറയുന്നത് കേവലം ഒരു ഉദാഹരണം മാത്രം. ഈ ജഗത് രജ്ജുസർപ്പം പോലെ എന്ന് പറയുമ്പോൾ ജഗത്ത് രജ്ജുവിലെ സർപ്പം എന്നല്ല അർത്ഥം. കാരണം രജ്ജുവിലെ സർപ്പം ഈ ജഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്. അത് കേവലം ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ഇതിന് സമാനമായ ചില ധർമ്മങ്ങൾ ഈ ജഗത്തിലും കാണും. അതുപോലെ ഉദാഹരണം എടുക്കുമ്പോൾ അത് ചില സമാനതകൾ ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പോൾ സുഷുപ്ത ഉദാഹൃതയേയം തയാ സമുപലക്ഷ്യതേ. സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ, എന്റെ സുഷുപ്തി, ഞാൻ ഉറങ്ങി ഉണർന്നു, അതുകൊണ്ട് ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഞാൻ കാണുന്നത് കൊണ്ടാണ് ഈ ലോകം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ അത് മഹാസംബന്ധമായി. ആരായി ഞാൻ? ഈ അഹംസ്ഫുരണം, അതിലൂടെ അറിയുന്ന ഞാൻ, ഈ ശരീരമാണെന്ന് കരുതുന്ന ഞാൻ, ഉറങ്ങിയെന്നും ഉണർന്നെന്നും ഒക്കെ ചിന്തിക്കുന്ന ഈ ഞാൻ. വാസ്തവത്തിൽ ഞാൻ ആരാണ്? അതറിയാത്ത ഞാൻ, അതാണ് ഈ ഞാൻ. ഞാൻ വാസ്തവത്തിലാണ് ആരെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഞാൻ ഉണർന്നപ്പോൾ ഈ ലോകമൊക്കെ സൃഷ്ടിച്ചു. അജ്ഞനായിരിക്കുന്ന ഈ ജീവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അബദ്ധമായി. എന്നാൽ ഈ സുഷുപ്തി അതൊരു ഉദാഹരണമാണ്. എങ്ങനെ?
വിശ്വാഭിവ്യക്തി പൂർവം ബ്രഹ്മൈവ നാമരൂപകം. ഇവിടെ എന്റെ ജാഗ്രതയും എന്റെ സ്വപ്നവും എന്റെ സുഷുപ്തിയും ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഹന്തയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. പ്രാക് പ്രബോധ അവ്യക്ത നാമരൂപം അജ്ഞാതം ബ്രഹ്മലക്ഷ്യതേ. ഈ ഉണർവിന് മുമ്പുള്ള ആ സുഷുപ്തി എന്ന് പറയുമ്പോൾ ഞാനോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല. ഉണർന്നിരിക്കുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച കാര്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത്. അതെല്ലാം ഈ അഹന്തയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ അഹം എന്നുള്ള ബോധം, അഹം സ്ഫുരണത്തെ ആശ്രയിച്ചുള്ളതാണ്. അഹംബോധം തന്നെ ഈ ജാഗ്രതത്തിൽ സ്ഫുരിക്കുകയും ഉറക്കത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അഹവുമായി ബന്ധപ്പെടുത്തി, ഞാനെന്നുള്ള ഈ അനുഭവവുമായി ബന്ധപ്പെടുത്തി, ഞാൻ ഉറങ്ങിപ്പോയി ജഗത്തെല്ലാം പോയി, ഞാൻ ഉള്ളുന്നപ്പോൾ ജഗത്തെല്ലാം വന്നു, അതുകൊണ്ട് ജഗത്തെന്റെ സൃഷ്ടിയാണ്, അങ്ങനെ ധരിക്കരുത്. ഇത് നമ്മൾ മാണ്ഡൂക്യത്തിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവ്യക്ത നാമരൂപം അജ്ഞാതം ബ്രഹ്മ. അതാണ് സുഷുപ്തിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാമരൂപങ്ങൾ പ്രകടമാകാത്ത അജ്ഞാത ബ്രഹ്മം, അത് സൃഷ്ടിച്ചെന്ന് മനസ്സിലാക്കണം. അജ്ഞാത ബ്രഹ്മം എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. സുഷുപ്തിയിൽ അജ്ഞാത ബ്രഹ്മമായിരുന്നു. ജാഗ്രതത്തിൽ ജീവൻ, ജ്ഞാതനായ ജീവൻ, സ്വയം അറിയുകയും മറ്റുള്ളവരെ അറിയുകയും ചെയ്യുന്ന ജീവൻ, ജീവഭാവം. സുഷുപ്തിയിൽ അജ്ഞാത ബ്രഹ്മം. അജ്ഞാത ബ്രഹ്മം എന്ന് വെച്ചാൽ ഇവിടെയാണ് തെറ്റിദ്ധരിക്കുന്നതാണ്. അജ്ഞാത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അജ്ഞാനമുള്ള ബ്രഹ്മം എന്ന് ധരിക്കും. അങ്ങനെ ധരിക്കും. ഇതുപോലെ അജ്ഞനായ രാമൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനമുള്ള രാമനെന്ന് ധരിക്കുന്നത്. ഇവിടെ അജ്ഞനായ ബ്രഹ്മം എന്നല്ല പറയുന്നു, അജ്ഞാതമായ ബ്രഹ്മം എന്നാ പറയുന്നത്. രണ്ടും രണ്ടാണ്. അജ്ഞനായ രാമൻ എന്ന് പറഞ്ഞാൽ രാമന് അജ്ഞാനമുണ്ട്, അജ്ഞാനത്തോടു കൂടിയവൻ എന്നാണ്. അടുത്ത മുറിയിൽ ഒരു വസ്തു ഇരിക്കുന്നു, ഒരു മേശയോ കസേരയോ എന്തെങ്കിലും ഇരിക്കുന്നു. ഞാൻ പറയുന്നു ആ വസ്തു എന്നെ സംബന്ധിച്ച് അജ്ഞാതമാണിപ്പോ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അടുത്ത മുറിയിലൊരു വ്യക്തി ഇരിക്കുന്നു, രാമനോ കൃഷ്ണനോ. ആ രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്നെ സംബന്ധിച്ച് അജ്ഞാതനാണ് എന്ന് പറഞ്ഞാൽ അവിടെ രാമൻ അല്ലെങ്കിൽ കൃഷ്ണനിൽ അജ്ഞാനം ഇരിക്കുന്നുവെന്നോ അഥവാ രാമനെയോ കൃഷ്ണനെയോ അറിയാത്ത ഞാൻ അജ്ഞനാണെന്നോ പറഞ്ഞു. എന്താർത്ഥമുള്ളത്? രാമനെയോ കൃഷ്ണനെയോ അറിയാത്ത ഞാൻ അജ്ഞനാണെന്ന് എടുക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവിടെ രാമനുണ്ട്. രാമനിൽ ജ്ഞാനമുണ്ടോ അജ്ഞാനമുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഞാനവനെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അടുത്ത മുറിയിലിരിക്കുന്നുണ്ട്, ഞാൻ അറിയുന്നില്ല. അറിയാത്തതുകൊണ്ട് എന്താണ്? ആ രാമനെ സംബന്ധിച്ചുള്ള അജ്ഞാനം എന്നിലുണ്ട്. രാമനിൽ ജ്ഞാനമുണ്ടോ അജ്ഞാനം ഉണ്ടോ എന്നുള്ള ഒരു വിഷയം അവിടെ ചർച്ചയ്ക്ക് വിഷയമാകുന്നേയില്ല. പക്ഷേ ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അജ്ഞനാണ്. അപ്പൊ എനിക്ക് അജ്ഞനായ രാമൻ അവിടെയുണ്ട്. അതാണ് പറയുന്നത് അജ്ഞാതനായ രാമൻ അവിടെയുണ്ട്. ഭൂതകാലത്തിൽ ഒരുപാട് രാമന്മാരുണ്ടായിരുന്നു, അജ്ഞാതനാണ്. എനിക്കവരെല്ലാം അജ്ഞാതമാണ്. ഭാവിയിൽ ഇനി ഒരുപാട് രാമന്മാർ വരാനുണ്ട്,
അവരെല്ലാം എനിക്ക് ജ്ഞാതന്മാരാണ്. അപ്പോൾ ഭൂതത്തെയും ഭാവിയെയും വർത്തമാനത്തെയും സംബന്ധിച്ചുള്ള എല്ലാ ജ്ഞാനവും എന്നിലിരിക്കുന്നു. അപ്പോൾ അജ്ഞാതമായ ബ്രഹ്മം സുഷുപ്തിയിലെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? സുഷുപ്തിയിലെ ബ്രഹ്മത്തെക്കുറിച്ച് ഞാൻ അജ്ഞനാണ്. അതോ സുഷുപ്തിയിലെ ബ്രഹ്മത്തിൽ അജ്ഞാനം ഇരിക്കുന്നു? പക്ഷെ പലരും ഇത് വായിച്ചാൽ ധരിക്കുന്ന അങ്ങനെയാണ്, സുഷുപ്തിയിലെ ബ്രഹ്മത്തിൽ അജ്ഞാനം ഇരിക്കുന്നു. അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഇപ്പോൾ സുഷുപ്തിയിൽ ഉണ്ടായിരുന്നെന്തോ ബ്രഹ്മമെന്നോ ഞാനെന്നോ സത്തെന്നോ ചിത്തെന്നോ എന്ത് വേണോ പറയുക. ബ്രഹ്മം എന്നുള്ളൊരു പദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സുഷുപ്തിയിൽ എന്താണോ ഉണ്ടായിരുന്നത്, സുഷുപ്തിയിൽ എന്താണോ പരമാർത്ഥമായി ശേഷിച്ചത്, എന്താണോ സുഷുപ്തിയിൽ വാസ്തവത്തിൽ അവശേഷിച്ചത്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചത് അജ്ഞാതമാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഉണർന്നിരുന്ന് ഞാൻ ആ സുഷുപ്തിയിലെ എന്റെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നോക്കിയാലും അതാണ്. സുഷുപ്തിയിൽ ഞാൻ എങ്ങനെയിരുന്നു? സുഷുപ്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ കാര്യം ഉറപ്പാണ്. ഞാൻ എങ്ങനെയായിരുന്നു അവിടെ? അതെനിക്കറിയില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ സുഷുപ്തിയിലെ എന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ സുഷുപ്തിയിലാണോ അതോ ഇവിടെയാണോ? ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ആരെങ്കിലും പറയുന്ന ഏറ്റു പറയുന്നു. അപ്പൊ സുഷുപ്തിയിൽ അജ്ഞാനമുള്ള ബ്രഹ്മം എന്നല്ല പറയുന്നത്. സുഷുപ്തിയിലെ ബ്രഹ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്റെ സ്വരൂപത്തെക്കുറിച്ച് എന്റെ സത്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ അറിവില്ല. അതറിവില്ല എന്ന് ഈ ജാഗ്രതയിൽ എനിക്ക് പറയാൻ കഴിയും. സുഷുപ്തിയിൽ പോയിട്ട് പറയാൻ കഴിയുമോ ഇതാ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല? എന്നാലത് ജാഗ്രത ആയിപ്പോകും. തന്നിലൊരു അറിവ് സ്ഫുരിച്ചോ, അത് തന്നെ സംബന്ധിച്ചായാലും ശരി അന്യനെ സംബന്ധിച്ചായാലും ശരി, അത് ജാഗ്രതോ സ്വപ്നമാകും. സുഷുപ്തിയിൽ എന്ത് ചെയ്യുന്നു? സർവ്വ അറിവുകളെയും നിഷേധിക്കുന്നു. ഒന്നും അറിഞ്ഞില്ല. അതും പറയുന്നു കുതിരയില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അവിടെ എന്തിനാ നിഷേധിക്കുന്നത്? കുതിരയാണ്. ആനയില്ലെന്ന് പറഞ്ഞാൽ എന്തിനാ നിഷേധിക്കുന്നത്? ആനയെ. കുതിരയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്കറിവില്ലെന്നാണ്. അല്ല, ആ വസ്തു അവിടെ ഇല്ല. എനിക്കറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അപ്പം എൻ്റെ മുമ്പിൽ ഇവിടെ ആനയില്ലെന്ന് പറഞ്ഞു എന്തിനാ നിഷേധിക്കുന്നു? ആനയെ നിഷേധിക്കുന്നു. എൻ്റെ അറിവിനെല്ലാം നിഷേധിക്കുന്നു. എനിക്കറിവുണ്ട്, പക്ഷെ ആനയില്ല. നിഷേധിക്കുമ്പോൾ നിഷേധിക്കേണ്ടതായ ഒരു വസ്തു വേണം. അതിനെ പ്രതിയോഗി എന്ന് പറയും. നിഷേധത്തിന്റെ പ്രതിയോഗി എന്ന് പറയും താർക്കികന്മാരും മറ്റും. സുഷുപ്തിയിൽ ബ്രഹ്മം അജ്ഞാതമായിരുന്നു എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ ആ അവസ്ഥയിൽ എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടായില്ല. ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ടായില്ലെന്നല്ല പറയുന്നത്, ഒന്നിനെക്കുറിച്ചും അറിവുണ്ടായില്ല. അപ്പോൾ അവിടെ ഏതിനെ നിഷേധിച്ചത്? എന്റെ അറിവിനെയാണ് നിഷേധിച്ചത്. ആനയെ കുതിരയൊന്നുമല്ല നിഷേധിച്ചത്. അറിഞ്ഞില്ല. അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി പറയുന്നു, ഒന്നും അറിഞ്ഞില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഇപ്പോൾ അറിവുണ്ട്. ഇവിടെ നാനാതരത്തിലുള്ള അറിവുകളുണ്ട്. ഈ നാനാതരത്തിലുള്ള അറിവുകളെയും നിഷേധിക്കുന്ന ഒരു സ്ഥാനം, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ ഈ അറിവുണ്ടായില്ല. അപ്പൊ സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ അറിവിനെ നിഷേധിക്കുന്നു.
വസ്തുക്കളെ നിഷേധിക്കുന്നില്ല. ഒരു വസ്തുവിനെ ഇവിടെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അറിവില്ലെന്ന് പറയാം. ആ അറിവില്ലെന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു അറിവുണ്ടായി, പിന്നെ അതില്ലാതായി, അങ്ങനെയാണ്. ഇപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് അവിടെ ഉണ്ടായില്ല. അപ്പോൾ ചിന്തിക്കണം, സുഷുപ്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ അത് സുഷുപ്തിയിലാണോ ജാഗ്രതയിലാണോ എന്ന് ചിന്തിക്കണം. സുഷുപ്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇവിടെ ജാഗ്രതയിലാണ്. എന്തുകൊണ്ട്? ആ അറിവില്ലായ്മയെക്കുറിച്ച് താൻ ബോധവാനായിരിക്കുന്ന ഈ ജാഗ്രതയിലാണ്, സുഷുപ്തിയിലല്ല. എനിക്ക് ആ ബോധമുണ്ട്. എന്താണ്? ഞാൻ ഒന്നും അവിടെ അറിഞ്ഞില്ല. അറിവില്ലായ്മയെ നമ്മൾ സുഷുപ്തി കൊണ്ടുവരും. അറിവില്ലായ്മ ഞാനിപ്പോൾ ഈ ജാഗ്രതയിൽ അറിവില്ലാത്തവനായിരിക്കുന്നു. അതാണ് സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം. അല്ല സുഷുപ്തിയിൽ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്നല്ല. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജാഗ്രതത്തിൽ എനിക്കറിവില്ലായ്മയുണ്ട് എന്നതിനെക്കുറിച്ച് എന്താണ് അറിവില്ലായ്മ? ആ സുഷുപ്തിയെ സംബന്ധിച്ച് എന്തറിവില്ലായ്മ? ഇപ്പൊ ഞാൻ അങ്ങനെ അറിയുന്നു. എന്താണ്? അവിടെ ഞാൻ ഒന്നിനെയും അറിഞ്ഞില്ല എന്ന അറിവില്ലായ്മയോടുകൂടി ഞാനിപ്പോ ഇരിക്കുന്നു. അല്ലാതെ അജ്ഞാത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ ബ്രഹ്മം അജ്ഞാനത്തോടു കൂടിയിരുന്നു എന്നൊരർത്ഥം കിട്ടത്തില്ല. ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കും. ഇവിടെ ഞാൻ ആ സുഷുപ്തിയെ സംബന്ധിച്ചുള്ള അറിവില്ലാത്തവനാണ്. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ അനുഭവങ്ങളൊന്നും അവിടെ ഇല്ലാതെ, ഈ അനുഭവങ്ങളൊന്നും അവിടെ ഉണ്ടായി എന്നേ. ഇപ്പോഴാണ് ഞാൻ അജ്ഞനായിരിക്കുന്നത്, അവിടെയല്ല. അവിടെ അറിയുക, അറിയാതിരിക്കുക, ഇത്തരം പ്രവൃത്തികളൊന്നും നടന്നില്ല. അവിടെ കേവലമായ താൻ മാത്രം, കേവലമായ താനെന്ന് പറയുമ്പോൾ കേവലമായ സത്ത, തന്റെ ഉണ്മ, തനിക്ക് നിഷേധിക്കാൻ കഴിയാത്തതായ ഒന്ന്. കാരണം അവിടെ ഒന്നുമില്ലായിരുന്നെന്ന് പറയാം, ഞാനില്ലായിരുന്നെന്ന് പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ എന്നുള്ള ഒരു അഹംസ്ഫുരണം അവിടെ ഉണ്ടായിട്ടുമില്ല. അവിടെ ഞാനില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഞാനെന്നുള്ള ഈ അഹംസ്ഫുരണത്തിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ആ ഉണ്മ ഈ അഹംസ്ഫുരണത്തെ ആശ്രയിക്കാതെ നിലനിൽക്കുന്നുണ്ട്. ഈ ഉണ്മ സാധാരണ ധരിക്കുന്നത് പോലെ ഞാൻ അറിയുന്നതുകൊണ്ടെല്ലാം ഉണ്ട്, അറിഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല. ഈ യുക്തി അസംബന്ധമാണ്. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ അറിയുന്നവനായ ഞാൻ ഇല്ലായിരുന്നു, എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അറിയുന്നവനായ എനിക്ക്, ഈ ജാഗ്രതത്തിലെ എനിക്ക് ആ ഉണ്മ പകർന്നു കൊടുക്കുന്ന ഒന്ന് അവിടെ അവശേഷിച്ചിരുന്നു. അതിനാണ് നമ്മൾ സത്തെന്ന് പറയുന്നത്. ഈ സത്തെന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമല്ല, അത് തന്റെ വാസ്തവ തത്വം എന്ന് പറയാം. ഒരു ശബ്ദം കൊണ്ടും ശരിക്കും അതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. സത്തെന്ന് എന്തിനു പറയുന്നു? അസത്തിനെ നിരാകരിക്കാൻ വേണ്ടി മാത്രം, ഇല്ലായ്മയിൽ നിന്നതിനൊന്ന് വേർതിരിച്ച് കാണിക്കണം, ശൂന്യതയിൽ നിന്ന് അതിനൊന്നും മാറ്റി കാണിക്കണം. അതിനുവേണ്ടി പറയുന്നത് സത്ത്. അല്ലാതെ സത്തെന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നല്ല. എന്തുകൊണ്ട്? ഒരു ശബ്ദത്തിലൂടെയുള്ള ഗ്രഹണ അഗ്രഹണങ്ങളെല്ലാം ഈ ജാഗ്രതത്തിലെ സംഭവിക്കും. സുഷുപ്തിയിൽ ശബ്ദത്തിലൂടെയുള്ള ഗ്രഹണ അഗ്രഹണങ്ങളൊന്നും സംഭവിക്കുന്നില്ല.
താൻ മാത്രം അവിടെ ശേഷിച്ചിരിക്കുന്നു. താൻ ഞാൻ എന്നുള്ള സ്ഫുരണവുമില്ലാതെ ഞാനെന്നുള്ള ആ സ്ഫുരണത്തിന് ആധാരമായ ആ തത്വം അവിടെ ശേഷിച്ചിരുന്നു. ആ തത്വം എന്ന് ചിന്തിക്കുമ്പോൾ അത് എന്നെ സംബന്ധിച്ച ഒരു കാര്യമില്ല, എന്റെ അഹന്തയുമായി ബന്ധപ്പെട്ട ഒന്നല്ല. കാരണം ആരുടെ അനുഭവത്തെക്കുറിച്ച് പരിശോധിച്ചാലും ജാഗ്രത അനുഭവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നതല്ല മറ്റൊരുവൻ അനുഭവിക്കുന്നു. ഞാൻ കണ്ടെത്തുന്ന സത്യമല്ല വേറൊരുവന്റെ സത്യം, എന്റെ അറിവല്ല വേറൊരുവന്റെ അറിവ്, മാറിക്കൊണ്ടിരിക്കുന്നു ജാഗ്രത. പക്ഷെ എല്ലാവരുടെ അനുഭവം പരിശോധിച്ച് നോക്കുക. സുഷുപ്തിയെ സംബന്ധിച്ച് സർവരുടെയും അനുഭവം എന്നാണ്. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ വേറൊരാൾ ഉണർന്നിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിലും സർവരുടെ അനുഭവം എന്നാണ്. എന്താണ് ഞാനെന്ന് പറഞ്ഞില്ല? എന്താ ഈ അനുഭവത്തിന് മാറ്റം വരാത്തത്? ഉണർന്നിരിക്കുമ്പോൾ ഞാൻ എന്നെ പുരുഷനെന്നും സ്ത്രീയെന്നും യുവാവെന്നും വർദ്ധനെന്നും എല്ലാം മാറി മാറി അറിയുന്നുണ്ടല്ലോ. ആരായാലും സുഷുപ്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണർന്നിട്ടെന്താ പറയുന്നു? ഒന്നും അറിഞ്ഞില്ല. സുഷുപ്തിയിലെ അനുഭവത്തിന് ഏകരൂപതയുണ്ട്. അത് എന്റെ കേവലമായ അഹന്തയെ ആശ്രയിച്ചുള്ള ഒരു അനുഭവമല്ല, ഒരു നിലനിൽപ്പല്ല. അതുകൊണ്ടത് ഈ ശരീരം, ഈ മനസ്സ്, ഈ ചെറിയ അഹന്ത ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല. സർവരിലും അത് ഏകരൂപത്തിലിരിക്കും. സർവത്തിലും ഏകരൂപത്തിലിരിക്കുന്ന ഒന്ന് ബൃഹത്താണ്. അതാണ് ബ്രഹ്മ. ബൃഹത്വ ബ്രഹ്മ എന്ന് പറയുന്നു. ബൃഹത്തായിരിക്കുന്നത് സർവത്തിനും വ്യാപകമായിരിക്കുന്ന ആകാശം പോലെ. ആകാശം എന്നിലുമുണ്ട്. എന്റെ ഈ ശരീരത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത് ആകാശമാണ്. എന്റെ ഉള്ളിലും പുറമേയും നിറഞ്ഞിരിക്കുന്ന ആകാശമാണ്. പക്ഷെ അത് എന്നിൽ മാത്രമല്ല, അത് സർവത്തെയും ഉൾക്കൊള്ളുന്നു. അങ്ങനെ സർവത്തെയും ഉൾക്കൊള്ളുന്ന ആകാശത്തിനും ഇടം കൊടുക്കുന്നു. ആകാശവും ജാഗ്രത അനുഭവമാണ്, ഉണർന്നിരിക്കുമ്പോൾ അനുഭവമാണ്. ഒരനുഭവത്തിലാണ്, ഒരു ബോധത്തിലാണ് ആകാശം സ്ഫുരിക്കുന്നത്, പ്രകാശിക്കുന്നത്. ആ ആകാശവും സ്ഫുരിക്കുന്ന ആകാശത്തിനും ഉണ്മ പകരുന്നതായ ആ തത്വം, അതാണ് ബ്രഹ്മം. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. അതിന് എന്റെ ചെറിയ അഹന്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് സർവാധാരമായിരിക്കുന്നു. സർവാധാരമായിരിക്കുന്നുകൊണ്ടാണ് അതിനെ തുര്യൻ എന്ന് വിളിക്കുന്നത്. അതെന്റെ ജാഗ്രതത്തിലോ എന്റെ സ്വപ്നത്തിലോ എന്റെ സുഷുപ്തിയിൽ നിന്ന് ഞാൻ അവകാശപ്പെടുന്ന ഈ സുഷുപ്തിയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഈ മൂന്നുകൊണ്ട് അതിനെ പരിച്ഛിന്നമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നു എന്റെ ജാഗ്രത, എന്റെ അഹംബോധം കൊണ്ട് അതിന് ഞാൻ എന്റേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പം അതങ്ങനെയുള്ളതല്ല. എന്റെ സുഷുപ്തി എന്ന് പറയുന്നു, അതൊരു സ്വകാര്യതയാണ്. എനിക്ക് പറയാം എന്റെ സുഷുപ്തിയല്ല നിനക്കുണ്ടായത്, അത് വേറെ എനിക്ക് വേറെ. അതിനെക്കുറിച്ച് പറയാം അതെന്റെ അനുഭവമായിരുന്നു. അപ്പം അവിടെ അതിനെയും നമ്മൾ സ്വകാര്യമാക്കാൻ ശ്രമിക്കുന്നു. സ്വപ്നത്തെ സംബന്ധിച്ച് വിശേഷിച്ച് പറയാനുമില്ല. അങ്ങനെയുള്ള ഞാൻ എന്റേത് എന്നുള്ള ഈ ജാഗ്രത അനുഭവത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ പരിച്ഛിന്നമാക്കാൻ ശ്രമിക്കുന്ന ആ തത്വം, അത് ബൃഹത്താണ്. അതാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്, അല്ലാതെ ഞാനല്ല. അതിനെ അജ്ഞാതം ബ്രഹ്മ എന്ന് പറയുന്നു. അതുകൊണ്ട് അതിൽ അജ്ഞാനം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ഞാനിവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതിനപ്പുറം അതിനെക്കുറിച്ച് എനിക്കൊന്നും ധരിക്കാൻ കഴിയുന്നില്ല. നിഷേധ്യമായൊരു തത്വം
അതാണ് അതിന് സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാറ്റം വന്നില്ല. ഈ മൂന്നവസ്ഥയിലും അത് ഏകരൂപത്തിൽ തന്നെ തന്നിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഒരുവൻ പരിപക്വമായ സൂക്ഷ്മബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു. ആ തത്വത്തെ അജ്ഞാതമായതിനെ ഗ്രഹിക്കുന്നു. അജ്ഞാതമായതിനെ ജ്ഞാതമാക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല. അജ്ഞാതമായിരിക്കുന്നതിനെ ജ്ഞാതമാക്കുന്നതാണ് അദ്വൈതബോധം എന്ന് പറയുന്നത്. അറിയാത്തതിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു പരസ്പര വിരുദ്ധമായ കാര്യമല്ലേ എന്ന് ചോദിച്ചു. വിരുദ്ധമായ കാര്യമാണ്. അറിയാത്തതിനെ അറിയുന്നു എന്ന് പറയുന്നത് വിരുദ്ധമാണ്. ഒരു സ്ഥലത്തൊഴികെ അറിവിനെ സംബന്ധിച്ച് അറിവിലൊഴികെ എല്ലാത്തിടത്തും അത് അസംബന്ധമാണ്. അവിടെ വ്യാഘാതം വരും. ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ അറിവിനെ സംബന്ധിച്ച് മാത്രം അതിന് ദോഷമില്ല. എന്തുകൊണ്ട്? അറിവ് സ്വയം പ്രകാശിക്കുന്നതാണ്. നമ്മൾ അറിവെന്ന് പറയുന്നത് എവിടെ പറഞ്ഞാലും സാധാരണഗതി അറിയുന്ന ഒരു വസ്തുവിനെ, ഒരു വിഷയത്തെ ആശ്രയിച്ചിട്ടാണ് അറിവെന്ന് പറയുന്നത്. അറിവ് ഒന്നിനെ പ്രകാശിപ്പിക്കുന്ന മറ്റൊന്ന്. പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവ്, മേശയെ സംബന്ധിച്ചുള്ള അറിവ് സർവത്ര. അപ്പോൾ ഒരു വസ്തുവിനെ അറിവ് പ്രകാശിപ്പിക്കുന്നു. സർവത്ര അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ഞാൻ പറയുന്നു ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നില്ല. ഇതിൽ വൈരുദ്ധ്യമുണ്ട്. എന്റെ അറിവിന് വിഷയമായിരിക്കുന്ന ഈ പുസ്തകം, ഇതിനെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കെ അതേ ദേശത്ത്, അതേ കാലത്ത്, അതേ വ്യക്തിക്ക് ഇതറിയുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അത് വ്യാഘാത ദോഷമാണ്. അപ്പോൾ അറിയുന്നില്ല എന്ന് പറയുന്നത് സർവത്ര എവിടെ പറഞ്ഞാലും അത് വ്യാഘാതമാണ്. ഒരു സ്ഥലത്തൊഴികെ അറിവിലൊഴികെ. അറിവിലങ്ങനെ പറയുന്നതിന് ദോഷമില്ല. ചോദിക്കുന്നു, ഈ അദ്വൈതികൾ എന്താ പറയുന്നത്? ചലിക്കുന്നില്ല, ഓടുന്നില്ല, നിൽക്കുന്നില്ല. സർവത്ര പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെയും പറയുന്നത് എന്താണ്? അറിയുന്നില്ല. അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അറിവിനെ സംബന്ധിച്ച് അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് സദാ സർവത്തെയും അറിയുന്നവനായിരിക്കുന്നു. പ്രകാശം സദാ സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനായിരിക്കുന്നു. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ എല്ലാം അത് സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. ആ പ്രകാശം ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നു. അഹമഹം. അതിന് ഈ അഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. അഹത്തെ ആശ്രയിച്ച് അതിന് പ്രകാശിക്കാവുന്നൊന്നുമില്ല. അഹത്തെ ആശ്രയിക്കാതെയും അത് പ്രകാശിക്കും. അതാണ് സുഷുപ്തി. അവിടെ കേവലമായ അറിവ്, പ്രകാശം, നിജസ്വരൂപമായിരിക്കുന്ന ആ ബോധം മാത്രം. അവിടെ ശൂന്യമല്ല, ഇരുളല്ല, ഒന്നുമല്ല. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതങ്ങനെ അറിയുന്നവനായിരുന്നു എന്നാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താല്പര്യം. അതുകൊണ്ടാണ് അവനെ നമുക്ക് നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ടിട്ട്
ഞാനില്ലായിരുന്നു അവിടെ എന്ന് പറയാൻ കഴിയാതെ. എന്നാൽ അവിടെ അറിയുന്നു എന്ന് പറയുന്ന പോലെ അറിയുന്നില്ല എന്നും പറയും. അറിയേണ്ടതായ അന്യവസ്തുക്കളൊന്നും തന്നെ അവിടെ അറിഞ്ഞില്ല. അപ്പോൾ അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നത് ഈ അറിവിൽ യോജിപ്പിച്ചാൽ ദോഷമൊന്നുമില്ല. അറിവിന്റെ സ്വഭാവം അതാണ്. ആ സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ അത് മറ്റൊന്നിനെയും പ്രകാശിപ്പിച്ചില്ല. അവിടെ സ്വപ്രകാശം മാത്രം. തന്നെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നൊരു ജോലി അവിടെ ഇല്ല. എന്തുകൊണ്ട്? തന്റെ സ്വഭാവം തന്നെ പ്രകാശിക്കുകയാണ്. പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനും പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. കറുത്തതിനെ നമുക്ക് വെളുപ്പാക്കാം, വെളുത്തതിനെ വെളുപ്പാക്കാൻ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സുഷുപ്തിയിൽ അത് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ജാഗ്രതത്തിനും അതേ രൂപത്തിൽ പ്രകാശിക്കുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിത്. അതുകൊണ്ട് അതിനെ തുര്യനെന്ന് വിളിക്കുന്നു. അതിനെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നിന്നും വേർതിരിക്കും. ഇങ്ങനെ തുര്യൻ എന്നുള്ള നിലയ്ക്ക് വേർതിരിക്കുമ്പോൾ എന്താണ്? അത് വേർതിരിയുമോ? ഏതൊരു വേർതിരിയും? അത് തന്നെയാണ് ജാഗ്രതായിരുന്നത്, അത് തന്നെയാണ് സുഷുപ്തനായിരുന്നത്, അത് തന്നെയാണ് സ്വപ്നദിഷ്ടാവായിരുന്നത് എന്നിങ്ങനെ വേർതിരിക്കുന്നു. അപ്പോൾ അത് ഈ തുച്ഛമായി ഈ അഹന്തയെ ആശ്രയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ അഹന്തയിലൂടെ ഗ്രഹിക്കുന്ന ആ ജീവഭാവമല്ല. അതുകൊണ്ട് എന്താണ്? അത് ബ്രഹ്മം. അതാണ് സൃഷ്ടിക്ക് കാരണം. അതുകൊണ്ടാണ് നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്ത് പറഞ്ഞത്, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് ഈ ജീവനല്ല, തുര്യനാണ് എന്ന് പറഞ്ഞു. അതാണ് പറയുന്നത് അവ്യക്ത നാമരൂപം അജ്ഞാതം ബ്രഹ്മ. ഇതിനെ അജ്ഞാതമായിരിക്കുന്ന ബ്രഹ്മത്തെ ഇപ്പോ ഇവിടെ എനിക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആ ബ്രഹ്മത്തെ, ഇവിടെ ഏതൊരു ബ്രഹ്മത്തെ സംബന്ധിച്ചാണോ ഞാൻ അജ്ഞനായിരിക്കുന്നത്, ആ ബ്രഹ്മത്തെ ഇവിടെ എന്തിനും വർണ്ണിക്കണം എന്നോ അറിയാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ചോദ്യം യഥോ വാച്ചോ നിവർത്തന്തേ, വാക്കും മനസ്സും നിവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം? വിശദീകരിച്ചിട്ടെന്താ കാര്യം? നമ്മളൊരു കാര്യത്തെ പറയുന്നത് ആ ശബ്ദം കേട്ട് ആ ശബ്ദത്തിന്റെ വിഷയരൂപത്തിൽ അതിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന ഇത് വാച്ചാണ്. ആ ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിലൂടെ ആ വസ്തുവിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിലും അനന്തമായ ശബ്ദങ്ങൾ ഉപയോഗിക്കും. ആ തത്വത്തെ പറയാൻ വേണ്ടി. എന്നിട്ട് പറയുന്ന എന്താണ്? തത്വം ശബ്ദത്തിലൂടെ വെളിപ്പെടുന്നതല്ല, ചിന്തയ്ക്ക് വിഷയമാകുന്നതല്ല. പിന്നെ എന്തിനിതെല്ലാം? എന്താ അതിന്റെ താല്പര്യം? അവിടെയാണ് പറയുന്നത് ദൃശ്യതേതു അഗ്രിയ ബുദ്ധ്യ, നേരെ അതിന് വിരുദ്ധമായിട്ട് അഗ്രിബുദ്ധിയുണ്ട്. അതിസൂക്ഷ്മമായ വിവേകം കൊണ്ട് അതിനെ അറിയാം.
രണ്ടിനെയും സമന്വയിപ്പിക്കും. ഞാനിത് പറയുന്ന അജ്ഞാതം ബ്രഹ്മ എന്നൂടെ പറഞ്ഞതുകൊണ്ടാണ്. വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആ ഒരു ഭാഗത്തെ മാത്രം എടുക്കരുത്. വാക്കിനും ബുദ്ധിക്കും വിഷയമല്ല എന്ന് പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞു എന്താണോ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കണം. എന്താ ഒരു ഭാഗം മാത്രം എടുക്കുന്നു? ശരി, രണ്ടും പറഞ്ഞു എന്ന് അംഗീകരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ ദോഷം ഒരു എന്താണ്? വൈരുദ്ധ്യം. വാക്കിനും മനസ്സിനും ഗ്രഹിക്കില്ല എന്ന് പറയുന്നതിന് വിരുദ്ധമാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ പറയും നിങ്ങൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നവരാണ് അദ്വൈതികൾ. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാക്കിനും മനസ്സിനും വിഷയമാകില്ല, വിഷയമാകാമെന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംബന്ധമാണ്, വൈരുദ്ധ്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞു ഒന്നൊഴികെ ആ അറിവിനെ സംബന്ധിച്ച്. ഇങ്ങനെ ഈ പറയുന്നത് വാക്കിനും മനസ്സിനും വിഷയമാകത്തില്ല, എന്നാ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കണമെന്ന് പറയുന്നത് ഒരു തത്വത്തെ അറിയാനാണോ അറിയാതിരിക്കാനാണോ? എന്താ ഇവിടെ ശ്രുതിയുടെ താല്പര്യം? ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബോധിപ്പിക്കുന്ന തത്വം നീ തന്നെ, നീയാണ്. ആ തത്വത്തെ നീ ഗ്രഹിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് എന്താണ്? നിന്നിൽ നിന്നും അന്യമായ വിഷയങ്ങളെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗ്രഹിക്കുന്നത് പോലെ നിന്നെ ഗ്രഹിക്കാൻ കഴിയത്തില്ല, നിന്റെ സ്വരൂപത്തെ. സ്വസ്വരൂപത്തെ അറിവിന് വിഷയമാക്കാൻ ശ്രമിക്കരുത്. അറിവിന് വിഷയമാക്കി സാക്ഷാത്കരിക്കാൻ ശ്രമിക്കരുത്. സ്വസ്വരൂപം വിഷയമേ അല്ല, വാക്കിനും മനസ്സിനും വിഷയമല്ല. ഇത് നമ്മൾ എന്തിനറിഞ്ഞു? ഇങ്ങനെ ഒരു ഉദ്ബോധനത്തിലൂടെ എന്തിനാഗ്രഹിച്ചത്? ഒന്നും ഗ്രഹിക്കാതിരുന്നോ? ഇല്ല, സ്വസ്വരൂപത്തെക്കുറിച്ച് ബോധ്യം വന്നു. ഒരറിവിന് വേണ്ടിയാണ് അത് പറയുന്നത്, അറിവിന്റെ ശൂന്യതയ്ക്ക് വേണ്ടിയല്ല. ആണ് പറയുന്നത് അദ്വൈത ബോധം, ആത്മബോധം. അവിടെ ഒന്ന് ശേഷിക്കുന്നുണ്ട് അറിവെന്ന് പറയുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ച് അങ്ങനെ ഒരു ബോധം വരുന്നു. വിഷയബോധത്തിൽ നിന്നും വിലക്ഷണമായൊരു ബോധം തന്നെ കുറിച്ച് വരുന്നു. ഇതൊരു കടങ്കഥയല്ല, കെട്ടുകഥയല്ല. അപ്പോൾ വിഷയബോധങ്ങളിൽ നിന്നും ഭിന്നമായി വരുന്ന ആ ബോധം അത് അഗ്നി ബുദ്ധിയാണ്. അത് സൂക്ഷ്മമായ തന്നെക്കുറിച്ചുള്ള ബോധമാണ്. അതൊരു ബോധമാണ്, അല്ല ശൂന്യതയല്ല. നിന്റെ സ്വരൂപത്തിൽ മനസ്സും വാക്കും എത്തില്ല എന്ന് പറയുന്നത് ഒരു ബോധമാണ്. എന്താ അത് മനസ്സല്ലേ, അത് വാക്കല്ലേ ആണ്. പക്ഷെ അതതിനെ കുറിച്ചുള്ള ബോധമാണ്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്നിനെ
വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗ്രഹിക്കാൻ വയ്യാത്തതാണെന്ന് അറിയുന്നുണ്ട്. എന്താ പ്രയോജനം? ശരിയാണ്, ഒരു പ്രയോജനമില്ല. താനൊഴികെ അന്യ വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പ്രയോജനമില്ല. അത് തന്നെ സംബന്ധിച്ചാണെങ്കിൽ പ്രയോജനമുണ്ട്. എന്തുകൊണ്ട്? തന്റെ സ്വരൂപം തന്നിൽ നിന്നും അന്യമായ നാമരൂപങ്ങളെപ്പോലെ അല്ല. തന്റെ സ്വരൂപം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ സ്വരൂപത്തിന്റെ സത്യം ഇവിടെ പറയും. അടുത്ത സത്യസ്യ സത്യം. ആ സത്യം അതാണ് വാക്കിനും മനസ്സിനും വിഷയമാകാത്ത സത്യമാണ്. അപ്പൊ സത്യത്തെ വാക്കിനും മനസ്സിനും വിഷയമാകാത്തതെന്ന് ബോധിപ്പിക്കുകയാണ് അവിടെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബോധിക്കുക. എന്തുകൊണ്ട് സത്യത്തെ അങ്ങനെ ബോധിപ്പിക്കുന്നു? വാക്കിനും മറ്റൊന്നിനെ അങ്ങനെ ബോധിപ്പിക്കുന്നില്ലല്ലോ. ബാക്കി സർവത്തെയും വാക്കിനും മനസ്സിനും വിഷയമാക്കി ബോധിപ്പിക്കുന്നു. ഇവിടെ സ്വസ്വരൂപമായിരിക്കുന്ന സത്യത്തെ വാക്കിനും മനസ്സിനും വിഷയമല്ല എന്ന് ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ ബോധിപ്പിക്കുന്നത്? എന്തുകൊണ്ടങ്ങനെ ബോധിപ്പിക്കാൻ കഴിയുന്നു? ഈ ഒരു ബോധം എങ്ങനെയാണ് ശരിയാകുന്നത്? ഏതെങ്കിലും ഒരു വസ്തുവിനെ വാക്കിനും മനസ്സിനും വിഷയമല്ല എന്ന് ബോധിപ്പിച്ചാൽ അത് അസംബന്ധമാണെന്ന് പറയും. കാരണം വിഷയമല്ലാത്ത എങ്ങനെ ബോധിപ്പിക്കും? പക്ഷെ സ്വസ്വരൂപം സംബന്ധിച്ച് അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ആ സ്വസ്വരൂപം സ്വയം അറിവായി പ്രകാശിക്കുന്നു. അത് തന്നെ മുടന്തനാണ് ഒടിയുടെ ആവശ്യം വരുന്നത്. മുടന്തില്ലാത്തവന് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ പൂർണ്ണ പ്രജ്ഞ, പൂർണ്ണപ്രകാശം, പൂർണ്ണജ്ഞാനം എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന തന്റെ സ്വരൂപം അത് പ്രകാശിക്കുന്നതിന് ഈ വാക്കിന്റെയും മനസ്സിന്റെയും ഒന്നും സഹായത്തെ അപേക്ഷിക്കുന്നില്ല. അതാണ് അതിന്റെ താല്പര്യം. അങ്ങനെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, അതാണ് ഇവിടെ മനസ്സുകൊണ്ടറിഞ്ഞത്, ബുദ്ധി കൊണ്ടറിഞ്ഞത്, അഗ്രയായ ബുദ്ധി കൊണ്ടറിഞ്ഞത്, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ടറിഞ്ഞത്. അപ്പോൾ ബുദ്ധി കൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞത് ബുദ്ധി കൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാവുന്നു. ആ അറിവ് മിഥ്യയല്ല. ബുദ്ധി കൊണ്ട് സ്വസ്വരൂപത്തെ അങ്ങനെ അറിയുക, ഇത് ബുദ്ധിക്ക് വിഷയമല്ല. ചുരുക്കി പറഞ്ഞാൽ അത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്നറിയുക. അതിന് സൂക്ഷ്മമായ ബുദ്ധി ആവശ്യമാണ്. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള എന്താ അറിവിന്റെ പ്രയോജനം? തന്റെ അറിവിലൂടെ ഇന്നുവരെ എന്തിനെല്ലാം അറിഞ്ഞിരുന്നോ, അതിനെ സംബന്ധിച്ച് ഏതെല്ലാം തരത്തിലുള്ള അറിവുകളുണ്ടോ അതുപോലെ ഒരു അറിവാണ് തന്നെ സംബന്ധിച്ചുണ്ടാകേണ്ടത് എന്നുള്ള ആ ധാരണയെ തിരുത്തുന്നു. എന്നുവെച്ചാൽ തന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മയെ തിരുത്തുന്നു എന്നർത്ഥം. പ്രപഞ്ചബോധമല്ല ആത്മബോധം. അതുകൊണ്ട് സ്വസ്വരൂപം അറിവിന് വിഷയമല്ല എന്ന് സ്വസ്വരൂപത്തെ അറിയുന്നത്, താൻ തന്നെ അറിയുന്നത്,
അതാണ് ആത്മബോധം. ആ പറയുന്നത് ആത്മബോധത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അജ്ഞാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആത്മബോധം ആത്മബോധത്തെ നിരാകരിക്കുന്നു. അത് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്, അത് വ്യാഘാത ദോഷമുള്ളതാണ് എന്ന് ധരിക്കരുത്. മറിച്ച് എന്താണ്? ആത്മബോധത്തിന് നിഷേധിക്കാനൊന്നുണ്ട്. തന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ അതിനെ നിഷേധിക്കും. അപ്പൊ ബുദ്ധിക്ക് വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മബോധം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. അത് ബുദ്ധിക്ക് വിഷയമാകുന്നു എന്നുള്ള അജ്ഞാനത്തെ നിഷേധിക്കുന്ന ബോധം എന്നാണ് എൻ്റെ അർത്ഥം. അത് അഗ്രിയ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തുര്യൻ എന്ന് പറയുന്നു. ആ തുര്യനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അവിടെ ആത്മാവിനെ അങ്ങനെ ബോധിക്കുമ്പോൾ പിന്നെ അത് കടന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധമുള്ള ഒരാളിന് എങ്ങനെ അദ്വൈത ബോധം അയാളുടെ ബോധത്തെ പറയാൻ പറ്റും? അവിടെ അത് ദ്വൈതബോധമല്ലേ, തന്നെ കുറിച്ചുള്ള അറിവ്. അവിടെ താൻ വേറെയായി, തന്നെ സംബന്ധിച്ചുള്ള അറിവ് വേറെയായി. ദ്വൈതബോധം വരത്തില്ല. യുക്തിയാണ്, തർക്കം. അതും തന്നിൽ നിന്ന് അന്യമായ ഏത് വിഷയത്തെ സംബന്ധിച്ച് ശരിയാ. ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുമ്പോൾ എനിക്ക് വേർതിരിക്കാം, പുസ്തകം വേറെ, എൻ്റെ അറിവ് വേറെ. അത് പറയാം. കാരണം എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ മാത്രമല്ല അറിയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാ ജീവന്മാർക്കും അറിവുണ്ട്. അപ്പോ ഈ പുസ്തകം ഇവിടെ നിഷ്പക്ഷമായിരിക്കുന്നു, ആര് വേണമോ എന്നെ അറിഞ്ഞോട്ടെ. അവിടെ നമുക്ക് ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവം ഉള്ളതുകൊണ്ട്, ഒന്നിന്റെ സ്വഭാവം വിഷയമായിരിക്കുക, അറിവിന്റെ സ്വഭാവം വിഷയിയായിരിക്കുക. വിഷയം എന്നുള്ള ഭേദമുള്ളതുകൊണ്ട് അറിവും വിഷയവുമായിട്ട് ഇത് പിരിഞ്ഞിരിക്കുന്നു. തന്നെ സംബന്ധിച്ചുള്ള അറിവിൽ അങ്ങനെയല്ല. ഒരു ദീപത്തിനോട് മറ്റൊരു ദീപത്തെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാകാൻ പറ്റത്തില്ല, ഒന്നായിപ്പോ. ഒരു ജ്വാലയോട് വേറൊരു ജ്വാലയെ ചേർത്ത് പിടിച്ചാൽ പിന്നെ അവിടെ എങ്ങനെ രണ്ട് ജ്വാല നിൽക്കത്തില്ല, രണ്ട് ചേർന്ന് ഒന്നാവും. പിന്നെ തന്റെ സ്വരൂപം തന്നെ സ്വയം പ്രകാശിക്കുന്നു എന്നാണ്. അതിനെ സംബന്ധിക്കുന്ന പ്രകാശങ്ങളെല്ലാം ആ സ്വയം പ്രകാശത്തിനോട് ഏകീഭവിക്കുന്നു. അതുതന്നെ അതുകൊണ്ട് ആത്മബോധം ദ്വൈതബോധമല്ല. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം ബോധമായതുകൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതം എന്ന് പറയുന്നത് പരമാസംബന്ധമായി പോകും. അവിടെ അജ്ഞാതബ്രഹ്മം എന്ന് പറഞ്ഞാലും ജ്ഞാതബ്രഹ്മം എന്ന് പറഞ്ഞാലും ഭേദമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? അജ്ഞാതബ്രഹ്മം സുഷുപ്തിയിൽ അജ്ഞാതബ്രഹ്മമായിരുന്നു. ശരിയാണ്, സുഷുപ്തിയിൽ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് സുഷുപ്തി ഒരു പരിഹാരമാകാത്തത്.
ഉറങ്ങുന്നതുകൊണ്ട് മോക്ഷം കിട്ടാത്ത, ഉറക്കത്തെ ഒരു സാധനയായി നിർദ്ദേശിക്കാത്ത, അവരിടത്തും നിർദ്ദേശിച്ചിട്ടില്ല. ഉറക്കം ഒരു സാധനയാണ്, അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. നിങ്ങൾക്ക് ആത്മബോധത്തിന് വേണ്ടി ഉറങ്ങുക, അതൊരു നല്ല സാധനയാണ്, അത് പറയുന്നില്ല. എല്ലാ സാധനയും നിർദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ജാഗ്രതത്തിൽ, ഉണർവിലാണ്. ജപമോ തപമോ ശ്രവണമോ മനനമോ ഏതായാലും ജാഗ്രതത്തിലേ ഉള്ളൂ. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ സാധിക്കാത്തത് ഇവിടെ സാധിക്കണം. സുഷുപ്തിയിൽ അജ്ഞാതമായിരിക്കുന്നത് ഇവിടെ ജ്ഞാതമാകുന്നു. അത് ഇവിടെ എങ്ങനെ? അത് വിഷയ ബന്ധം കൂടാതെ. അതുകൊണ്ടാണ് ആത്മബോധം ഉണ്ടെന്നും ആത്മബോധത്തെ ഉപദേശിക്കാൻ കഴിയുമെന്നും പറയുന്നത്. സുഷുപ്തിയിൽ അത് നടക്കത്തില്ലല്ലോ. ആത്മബോധം എന്ന് പറയുന്ന ഒരു ബോധമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരോട് എന്ത് പറയാനാണ്? അച്ഛൻ്റെ ചോദിക്കും, എല്ലാം അദ്വൈതമാണെങ്കിൽ ആരോട് ഉപദേശിക്കുന്നു? ഗുരു എവിടെ? ശിഷ്യനെവിടെ? ഗുരു എന്ത് ആത്മജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത്? അപ്പോൾ ഗുരുവിന് ആത്മജ്ഞാനമുണ്ട്. തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിപര്യങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം നിഷേധിച്ച ഒരു ബോധം തന്നിലുണ്ട്. ആ ബോധത്തെയാണ് ശിഷ്യന് പകർന്നു കൊടുക്കുന്നത്. ആ ബോധം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അജ്ഞേയമല്ല, സംശയമുള്ളതല്ല, വിപര്യവുമല്ല. അത് പൂർണ്ണമായും വ്യക്തതയുള്ള ബോധമാണ്. അജ്ഞാനാദി ദോഷങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വ്യക്തതയുള്ള കാര്യമാണ്. അങ്ങനെ പൂർണ്ണ വ്യക്തതയിലാണ് ഇവിടെ ശ്രുതി പറയുന്നത്, ഇതാണ് നിന്റെ തത്വം. അതുകൊണ്ട് അങ്ങനെ അവസാനം അവിടെ ചെന്നിട്ടൊരു ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല. ആത്മബോധം ഉണ്ടാകുമോ? അദ്വൈതത്തിൽ ആത്മബോധം ശരിയാകുമോ? അപ്പോ ആത്മാവ് വിഷയമാകുന്നില്ല, ആത്മാവ് വിഷയമാകുന്നു എന്നെല്ലാം പറയുന്നിടത്ത് അത് മറ്റു വിഷയങ്ങളെപ്പോലെയല്ല. ഇവിടെ പറയുന്ന സ്വസ്വരൂപം സ്വയം പ്രകാശിക്കുന്ന തത്വമായതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള അറിവ്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു ബോധം, അതിന് തടസ്സമില്ല. അതുകൊണ്ട് അജ്ഞാത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ഇത് അറിയപ്പെടാൻ കഴിയാത്ത അജ്ഞേയമായ ഒന്നുള്ളതല്ല എന്നല്ല അതിന്റെ താല്പര്യം. പിന്നെ അവിടെ ചിലർക്ക് സംശയം വരും, ഇത് ജ്ഞാത അജ്ഞാതങ്ങൾക്ക് അപ്പുറമാണെന്ന് പറഞ്ഞിരിക്കുന്നതോ? ഇപ്പൊ പറയുന്നു ആത്മബോധം എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവെന്ന്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചിലടത്ത് പറയുന്നു എന്താണിത്? ജ്ഞാതാജ്ഞാതങ്ങൾക്കപ്പുറമാണ്. കേനോപനിഷത്തിലും മറ്റും പറഞ്ഞില്ലേ. അവിടെയും നിങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? ശ്രുതി. ജ്ഞാതാജ്ഞാതങ്ങൾക്ക് അപ്പുറമായിരിക്കുന്ന സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ നിങ്ങൾ എന്താണ് സമ്പാദിക്കുന്നത് എന്നുവെച്ചാൽ ശ്രോതാവ് എന്താ അവിടെ സമ്പാദിക്കുന്നത്? ശ്രോതാവിനോട് ഇത് എന്തിനു വേണ്ടി പറയുന്നു? ജ്ഞാനത്തിനു വേണ്ടിയോ അതോ അജ്ഞാനത്തിനു വേണ്ടിയോ? അവിടെയും ഈ അവിഷയമൊന്നും മനസ്സിലാക്കിയതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കണം. എങ്ങനെ? സ്വസ്വരൂപം ജ്ഞാതാജ്ഞാതങ്ങൾക്കപ്പുറമാണ്. അതാണല്ലോ സ്വയം പ്രകാശിക്കുന്ന ഒന്ന്. അതിന് ജ്ഞാതമായിരിക്കേണ്ട ആവശ്യമില്ല, അജ്ഞാതമായിരിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചത്തെ
പ്രകാശിപ്പിക്കാനും കഴിയത്തില്ല, വെളിച്ചത്തെ ഇരുളാക്കാനും കഴിയത്തില്ല. അതതിന്റെ സ്വഭാവമാണ്. ശ്രോതാവിനെ സംബന്ധിച്ച് ഇവിടെയും സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള വ്യക്തതയാണ് വരുന്നത്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ് വരുന്നത്. ഈ എല്ലാ ഉപദേശങ്ങളും ശ്രോതാവിൽ ബോധത്തെ ജനിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആത്മബോധം എന്നൊക്കെ പറയുന്ന എന്തോ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം എന്നുള്ളതൊക്കെ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. എന്തോ ഒരു പിടികിട്ടാത്ത കാര്യമായി അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ചർച്ച ചെയ്ത് അവസാനം ഗുരു പറയുന്നു, എനിക്കും ഒന്നും പിടികിട്ടിയില്ല, നിനക്ക് പിടികിട്ടിയോ? എനിക്കും അതുപോലെ തന്നെ. ഇതാണ് ബ്രഹ്മം. എനിക്കും പിടികിട്ടിയില്ല, നിനക്കും പിടികിട്ടിയില്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. ശിഷ്യനും പറയും, എന്നാൽ എനിക്കിനിയൊന്നും കേൾക്കാനുമില്ല. അങ്ങനെയല്ല ഈ വിഷയത്തെ ശ്രുതി അവതരിപ്പിക്കുന്നത്. ശ്രുതി ഉപദേശിക്കുന്നത് ബോധത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇത്തരത്തിലുള്ള ഈ അറിവില്ലായ്മ, സംശയം, വിപര്യങ്ങൾ അതിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേട്ട് ബോധമില്ലായ്മയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് അജ്ഞാനമില്ലായ്മയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഓരോരുത്തരും ആശയക്കുഴപ്പത്തിലുള്ള യാതൊരു വഴിയുമില്ല. ഇവിടെ ബോധത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച്. ഇത് ജാഗ്രതത്തിലുണ്ട്. സുഷുപ്തിയിൽ ഈ കാര്യങ്ങളെല്ലാം അജ്ഞാതം. സുഷുപ്തിയിൽ ജ്ഞാതബ്രഹ്മം അല്ല, ജാഗ്രതത്തിൽ ജ്ഞാതബ്രഹ്മം, സുഷുപ്തിയിൽ അജ്ഞാതബ്രഹ്മം. സുഷുപ്തിയിൽ ജ്ഞാനം, അജ്ഞാതബ്രഹ്മം തന്നെ, പക്ഷെ അത് ജ്ഞാനം. അവിടുത്തെ അജ്ഞാതബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനം. ജാഗ്രതത്തിൽ അവൻ ജ്ഞാനിയായിരിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ യാതൊരു സംശയത്തിനോ അജ്ഞാനത്തിനോ വകയില്ല. തന്റെ ഇടമായിട്ട് ആരുടെ മുമ്പിലും പറയാം, ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്. എന്താ, നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നീയും ബ്രഹ്മജ്ഞാനിയായി നോക്കും. ധൈര്യമായിട്ടും പറയാം. അതൊരിതൊരു അഹന്തയല്ല, ആ തത്വത്തെ ഞാൻ പറയുകയാണ്. അത് അഹന്തയുടെ നിരാസമാണ്. തത്വത്തിന്റെ പ്രകാശരൂപത്തിലാണ് പറയുന്നത്. അല്ല, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു അഹന്തയെക്കുറിച്ചല്ല പറയുന്നത്. അത് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ഒരു ബോധമാണ് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രവണാദികൾ അനുഷ്ഠിക്കുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ബ്രഹ്മം അറിയാത്തതാണ്. അദ്വൈതം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു കഠിനതയാണ്. അങ്ങനെ ഒരു കഠിനതയെന്ന് ഭാഷ്യകാരൻ പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ ആവർത്തനത്തിലൂടെ ആ ബോധത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ പറയുന്നത് അയത്നസിദ്ധമാണ്, അനായാസ സാധ്യമാണ് എന്നെല്ലാം പറയുന്നത് കൊണ്ടാണ്. അതിന്റെ മർമ്മത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വതസിദ്ധമാണ്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് അവസാനം ചെന്നൊരു ആശയക്കുഴപ്പത്തിയെത്തും. ഇതെന്താ പിടികിട്ടാത്ത ഒരു സാധനം, അവിടെ ചെന്ന് എത്തിച്ചേരും. അതല്ല, അദ്വൈത ബോധത്തിന്റെ വഴിയിലല്ല അവിടെ എത്തുന്നത്. അത് വേറെ ഏതോ വഴിയിലേക്ക് വഴിതിരിഞ്ഞു പോയി. ഇവിടെ അജ്ഞേയമായ ഒന്നിനെക്കുറിച്ചല്ല പറയുന്നത്. അജ്ഞേയവാദവും അദ്വൈത ബോധവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
പിടികിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു, പിടികിട്ടേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഏവം വേദാഹം ആവർത്തിച്ച് പറയും. ആരാണോ ഇതിനെങ്ങനെ അറിയുന്നത്? അറിയാത്ത കാര്യമാണെങ്കിൽ പിന്നെ അറിയുന്നതെന്ന് പറയാൻ പറ്റും. ഇത് അങ്ങനെ സംശയരഹിതമായി ബോധിച്ചില്ലെങ്കിൽ ഇതൊരു കിട്ടാക്കനിയായി എന്നും അവശേഷിക്കും. കാരണം ഈ ശബ്ദങ്ങൾക്ക് പരിമിതിയുണ്ട്. അത് രണ്ടു തരത്തിലും പറയും. ചിലടത്ത് അജ്ഞാത ബ്രഹ്മമെന്ന് പറയും, ചിലടത്ത് ജ്ഞാത ബ്രഹ്മമെന്ന് പറയും. ഈ ഒരൊറ്റ വാക്ക് മതി അജ്ഞാത ബ്രഹ്മം. ഒരുവനെ ആയുഷ്കാലം മുഴുവൻ ഇരുട്ടിൽ അടയ്ക്കാൻ ഇത് മതി. ആ ഒരു ശബ്ദത്തിലൂടെ അവൻ ഒരു വിപരീത ബുദ്ധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടായവരാണ് പറയുന്നത്. എന്താണ് അത്? അവിടെ അജ്ഞാനത്തോടുകൂടി ഒന്നായിരുന്നു. അവിടെ അജ്ഞാനത്തോടുകൂടി ഒന്നാണെങ്കിൽ ആ അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. കാരണം തനിക്കവിടെ പോയി അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. താൻ ബോധത്തോടുകൂടി ഇരിക്കുന്ന ഇവിടെയാണ്. ബോധം കൊണ്ടാണ് അവനെ നശിപ്പിക്കേണ്ടത്. തന്റെ ബോധം എത്താത്ത ഒരു സ്ഥലത്ത് അജ്ഞാനം ഇരുന്നു കഴിഞ്ഞാൽ ആ അജ്ഞാനത്തെ എങ്ങനെ നശിപ്പിക്കും? ഈ വെളിച്ചം എത്താത്ത സ്ഥലത്തിരിക്കുന്ന ഇരുളിനെ ഈ വെളിച്ചത്തിനെങ്ങനെ നശിപ്പിക്കാൻ പറ്റും? എത്ര വലിയ വെളിച്ചമായിക്കൊള്ളട്ടെ, സൂര്യന്റെ പ്രകാശമായിക്കൊള്ളട്ടെ, ആ പ്രകാശത്തിന് പറയുമല്ലോ പ്രകാശവർഷം, അതിനും അപ്പുറമുള്ള ഇരുളിനെ ആ പ്രകാശങ്ങൾ എങ്ങനെ നശിപ്പിക്കും? അസംഭവമായി തീരും. അതുകൊണ്ടെല്ലാം ജ്ഞാനാജ്ഞാനങ്ങളെല്ലാം ഇവിടെ തന്നെ. അജ്ഞനും ജ്ഞാനിയുമെല്ലാം ഈ ജാഗ്രത. ജ്ഞാനം സർവത്ര, അതിന് പക്ഷഭേദമില്ല. ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ. അതുകൊണ്ടാണ് പറയുന്നത് യാ സംവിത് ഉജ്ജൃംഭതേ. ഏതൊരു സംവിത്താണോ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അവിടെ അത് ഞാൻ ഇത്രയും വിശദീകരിച്ച് തരാം. പറയുന്നതിന് വേറൊരു കാരണം കൂടെയുണ്ട്. അജ്ഞാതം ബ്രഹ്മലക്ഷ്യതേ, ആ വാക്കാണ്. അപ്പോൾ അതതിന്റെ പരമമായ താല്പര്യം, പരമ താല്പര്യത്തെ ഗ്രഹിക്കണം എന്നാണ്. ജ്ഞാതബ്രഹ്മം എന്ന് പറഞ്ഞാലും അജ്ഞാതബ്രഹ്മം എന്ന് പറഞ്ഞാലും വാക്കും അർത്ഥവും എന്നുള്ള ഈ പിടിവലി നിൽക്കരുത്. വാക്കിന്റെയും അർത്ഥത്തിന്റെയും തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യം പിടികിട്ടത്തില്ല. ലക്ഷ്യത എന്ന് പറയുന്ന ശബ്ദം കരുതിക്കൂട്ടി ഉപയോഗിക്കുന്നതാണ്. അതിലൊരു പരമമായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൽ ചേർന്ന് ആ താല്പര്യം എന്ന് പറയുന്നത് എന്താണോ? അറിവാണ് ആ താല്പര്യം. ഈ വാക്കിൽ നിന്ന്, ഈ ശബ്ദത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേരേണ്ടതായ ഒരറിവ്. അറിവിന്റെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിക്കുന്ന അറിവ്. അതുകൊണ്ടവിടെ പറയുന്നു ലക്ഷ്യത, അത് ലക്ഷ്യമാണ് എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവന്, ഇതൊക്കെ പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും ഈ വാഗർത്ഥത്തിന്റെ തലത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളെപ്പോഴും വാഗർത്ഥത്തെ ആസ്പദമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പഠനമല്ല ശ്രവണം എന്ന് പറയും. തദ്ദേവ കാരണം. അതുകൊണ്ട് അവിടെ ഈ അഹന്ത, അതാണ് പറഞ്ഞു പോകുന്നത്, ഈ അഹന്തയെ ആശ്രയിച്ചു ചിന്തിക്കുകയും ഉറങ്ങുകയും ഉണരുകയും എല്ലാം ചെയ്യുന്ന ഞാൻ, ഈ എന്റെ സൃഷ്ടിയല്ല ഈ പ്രപഞ്ചം.
എന്റെ കാഴ്ചയെ ആശ്രയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം, മറിച്ചോ ആ അജ്ഞാത ബ്രഹ്മ സർവവ്യാപകമായിരിക്കുന്ന, ഇവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം പറയാൻ കഴിയുന്ന, അതുപോലെ ഓരോ ജീവനവനും പറയുന്ന, സർവകൃ സ്വന്തമായിരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം, സർവാധാരമായിരിക്കുന്ന ആ ബ്രഹ്മം, അതാണ് ആ നാമരൂപകം. അവിടെ നിന്നാണ് വിശ്വ അഭിവ്യക്തി. അവിടെ നിന്നാണ് വിശ്വത്തിന്റെ അഭിവ്യക്തി, പ്രകടഭാവം. അപ്പൊ വിശ്വ അഭിവ്യക്തി എന്ന് പറയുന്നതിന് അവിടെ എന്താണ്? സൃഷ്ടി എന്ന് പറയുന്ന ഒരു പദം പോലെ ഉപയോഗിച്ചു. സൃഷ്ടി എന്നുള്ള പദം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സൃഷ്ടാവുണ്ടോ, സൃഷ്ടിക്കുന്നവനുണ്ടോ, പിന്നെ അതിന്റെ ഉപാദാനങ്ങളുണ്ടോ? കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നത് പോലെ അവിടെ ചക്രവും ദണ്ഡവും ഇതൊക്കെ വേണ്ടേ? ഇച്ഛ വേണ്ടേ? കൃതി പ്രയത്നം വേണ്ടേ? ഒരുപാട് ചോദ്യം വരും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതൊരു അഭിവ്യക്തിയാണ്. പ്രകടമാകലാണ്. അതിനൊരു ഉദാഹരണം പറയുന്നതാണ്, അരണിയിൽ നിന്ന് അഗ്നി പ്രകടമാകുന്ന പോലെ. അവിടെ അതിനുവേണ്ടി അത് ലൗകികമായ ഒരു ഉദാഹരണമായതുകൊണ്ട് അതിന് കർഷണവും മറ്റും വേണം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാൽ ആ പ്രകടഭാവം എന്ന് പറയുന്നത് എന്താണോ അരണിയുടെ സ്വഭാവം, അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പ്രകടമാകുന്നത്. അരണി ഉഷ്ണവും പ്രകാശമുള്ളതല്ല, അതിൽ നിന്ന് ഉഷ്ണവും പ്രകാശമുള്ള ഒരു വസ്തു പ്രകടമാകുകയാണ്. അവിടെ എന്തോ സംഭവിച്ചോട്ടെ, അത് അംഗീകരിക്കാം. അതുപോലെ സത്തായിരിക്കുന്ന ഇതിൽ നിന്നും അത് നേരെ വിപരീത സ്വഭാവമുള്ള, അതായത് വിപരീത സ്വഭാവമായി നമ്മൾ അനുഭവപ്പെടുന്ന ഈ വിശ്വം എന്ന് വെച്ചാൽ നാനാത്വം, നാമരൂപങ്ങൾ പ്രകടമാകുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. അഗ്നിക്ക് എന്താ അരണിയുടെ സ്വഭാവമാണോ? അല്ലല്ലോ. ഒന്നിൽ നിന്ന് അതേ സ്വഭാവത്തിലെ പ്രകടമാകുന്നില്ല, നാനാരൂപത്തിൽ പ്രകടമാകും. പക്ഷേ പ്രകടമായാലും ഒന്നുണ്ട്. അഗ്നിയിൽ നിന്ന്, അതിനോട് ഉദാഹരണം പറഞ്ഞു, ഉണ്ടായ വിസ്ഫുലിംഗം അത് അഗ്നി തന്നെ. അതുകൊണ്ട് ഈ അഭിവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നും അഭിവ്യക്തമായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതാ ബ്രഹ്മസത്ത തന്നെ. നമ്മളെ പറയുന്നത് സത്യസ്യ സത്യം. അതിനെ സത്യമായിരിക്കാനേ കഴിയൂ. ഇത്തരത്തിലാണ് ഉപനിഷത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് അടുത്ത് പറയുന്നു. സർവാസു ഉപനിഷസ്യേവം കാരണം നാന്യതാത്മനഃ ഈശ്വരേതി അധ പരാത്മൈവ ജഗത് കാരണം പരം. അതുകൊണ്ട് ഈ ജഗത്തിന്റെ കാരണം എന്താണ്? പരാത്മൈവ, ആ പരമാത്മാവാണ്, അല്ല ഞാനല്ല. ഞാൻ ഇങ്ങനെയുള്ള ഈ അദ്വൈതത്തിലെ ചില ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് പ്രകടന ഗ്രന്ഥങ്ങളും മറ്റും വായിച്ചിട്ട് ആൾക്കാർ പറയും, ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാൻ ഉണരുന്നുകൊണ്ടാണ് സൃഷ്ടി, ഞാൻ അറിയുന്നുകൊണ്ടാണ് സൃഷ്ടി, ഞാൻ അറിഞ്ഞില്ലേ സൃഷ്ടിയില്ല. ഇതൊന്നും അദ്വൈതമല്ല, അജ്ഞപ്രലാപം. അവിടെ എനിക്ക് യാതൊരു കാര്യമില്ലെന്നുണ്ട്. ഞാനും ഈ സൃഷ്ടിപ്പെട്ട ഒന്നാണ്. ഈ സൃഷ്ടിപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഈ ഞാനെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ആരാണ് സൃഷ്ടിച്ചത്? പരാത്മൈവ, ആ തുര്യനാണ് സൃഷ്ടിച്ചത്. അജ്ഞാതം ബ്രഹ്മ എന്ന് പറഞ്ഞല്ലോ, അതാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെയും വാസ്തവം അത് തന്നെ, എന്റെയും പരമാർത്ഥ സ്വരൂപം അത് തന്നെ. ആ പരമാർത്ഥ സ്വരൂപം എന്നാണ് നിനക്ക് ജ്ഞാന സൃഷ്ടികർത്താവാണ്. പക്ഷെ അത് ജ്ഞാനെന്നുള്ള നിലയ്ക്കല്ല. പരാത്മൈവ ജഗത കാരണം പരം, അതാണ് പരമമായ കാരണം. പരമമായ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ നിന്ന് ഈ ജഗത്ത് അഭിവ്യക്തമായി,
ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് കാര്യകാരണബന്ധം. ഇവിടെയും ഉണ്ട്. പിതാവ് പുത്രനെ സൃഷ്ടിക്കുന്നു, കുലാലൻ പാത്രത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഇവിടെയും നാനാതരത്തിലുള്ള സൃഷ്ടി ഉണ്ടാകുന്നു. പഞ്ചഭൂതങ്ങൾ അവ സൃഷ്ടിക്കുന്നു. ഭൂമിയും അഗ്നിയും വായുവും എല്ലാം അതാത് കാര്യങ്ങളെ സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു കാര്യകാരണബന്ധം കാണുന്നുണ്ട്. ഒന്നിനെ തുടർന്ന് ഒന്ന്, അതിനെ തുടർന്ന് മറ്റൊന്ന്. അപ്പൊ ഈ കാര്യകാരണബന്ധത്തിൽ ലൂടെ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളുടെ കാരണമായിരിക്കുന്ന അതല്ല, അതെത്ര വലുതായാലും ശരി അതല്ല. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മൾ പറയും പരമാണുവാണ്, അല്ലെങ്കിൽ ഊർജമാണ്. അങ്ങേറ്റം പോയാൽ അതുവരെ എത്തത്തുള്ളൂ. ഈ കാര്യകാരണത്തെ പിന്തുടർന്നു പോയാൽ ഇത് ഈ കാരണങ്ങൾക്കെല്ലാം അപ്പുറം. അതുകൊണ്ട് അതിനെ പറയുന്നത് പരമകാരണമാണ്. അവിടെ നിന്ന് കേവലം അഭിവ്യക്തി മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. മണ്ണിൽ നിന്ന് പാത്രങ്ങൾ അഭിവ്യക്തമായതുപോലെ, സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ അഭിവ്യക്തമായതുപോലെ, ജലത്തിൽ നിന്ന് തിരകൾ അഭിവ്യക്തമാകുന്ന പോലെ, അവിടെ ആ ഉദാഹരണങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കണം. എന്താ അവിടെ അഭിവ്യക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ്. അങ്ങനെ അഭിവ്യക്തി ഹേതുവായിരിക്കുന്നതാണ് പരമകാരണം. ഈ കാര്യകാരണ ചിന്ത ഇവിടെ തന്നെ വിടുക. ഇതാണ് സർവാസു ഉപനിഷത്സു ഏവം കാരണം നാന്യത് ആത്മനഃ. സർവ ഉപനിഷത്തുകളിലും പറയുന്നു ഈ പരമാത്മാവാണ് കാരണമായിരിക്കുന്നത്, നാന്യത് മറ്റൊന്നുമല്ല. നമ്മുടെ അനുഭവത്തിൽ ചിന്തിച്ചാലും അത് തന്നെ. ഒരു പരമകാരണത്തിൽ നിന്ന് ഇത് അഭിവ്യക്തമാകുന്നു. ആ പരമകാരണം, അതിന്റെ അഭിവ്യക്തി സൃഷ്ടി, ഇതിനിടയ്ക്ക് മറ്റൊന്നിനെ സ്വീകരിക്കരുതെന്ന്. ഈശ്വരനെ സ്വീകരിച്ചാലും അതിനെ ആ പരമകാരണമായി തന്നെ സ്വീകരിക്കും. അത് ഈശ്വരൻ തന്നെയാണ്. അതിന് ഈശ്വരൻ എന്നുള്ള ശബ്ദം കൊണ്ടും പറയാം. പക്ഷെ ആ പരമകാരണത്തിൽ നിന്ന് താഴ്ത്തി ഒരു ഈശ്വരനെ സ്വീകരിക്കരുത്. ദൂരെ ഇരുന്നിട്ട് മണ്ണെടുത്ത് ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയ ഈശ്വരൻ അങ്ങനെ സ്വീകരിക്കരുത്. അതാണ് അടുത്ത് പറയുന്നു. അങ്ങനെ ആകാമോ? ബ്രഹ്മണി അസ്തമിതയത്യർത്ഥം ജഗത്യസ്മിൻ അശേഷതഃ ജഗത് പ്രസൂതോ കോ ഹേതു തദന്യ അമ്പ്യതിരേകതഃ. സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളീ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മണ്യ അസ്തമിത അത്യർത്ഥം ജഗത് തസ്മിൻ അശേഷതഃ. സുഷുപ്തിയിലും ഇതാണ്. വലിയൊരു പറയുന്നു, സാധാരണ പറയുന്നതാണ്. ഈ സുഷുപ്തിയെക്കുറിച്ച് പറയും. സുഷുപ്തിയിൽ അവിടെ ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? അജ്ഞാനം പറയുന്നത്. അതുള്ളതുകൊണ്ടാണ് പിന്നെ ഈ സൃഷ്ടിയൊക്കെ സംഭവിച്ചത്. അതില്ലെങ്കിൽ സൃഷ്ടി സംഭവിക്കത്തില്ല. കാരണം അതിന് ഒരുപാട് യുക്തികളുണ്ട് പറയും. ഇന്നലെ അറിഞ്ഞതെല്ലാം ഇന്നും അറിയുന്നു.
ഇന്നലെ അനുഭവിച്ചതെല്ലാം ഇന്ന് സ്മരിക്കും. ഇന്നലത്തെ ചർച്ചയുടെ തുടർച്ചയാണ് ഇതിന്റെ ചർച്ച, ഇന്നത്തെ ചർച്ച. ഇതിനിടയ്ക്ക് എത്രയോ സുഷുപ്തി കടന്നുപോയി. പല സുഷുപ്തികളിങ്ങനെ കടന്നുപോയി. നിങ്ങൾ പറയുന്നത് എന്താണ്? സുഷുപ്തിയിൽ ആ സത്ത മാത്രം. അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒന്ന് അവശേഷിക്കണം. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇവിടെ സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? മുമ്പെന്താ പറഞ്ഞത്? ജഗതഃ പരം കാരണം പരമാത്മൈവ. പരമാത്മാവാണ്. അതാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അജ്ഞാതമായി തോന്നുന്നത്. അതാണ് സർവാധാരമായിരുന്നത്. അതാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ആ പരമാത്മ, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അത് സച്ചിദാനന്ദം എന്ന് പറയുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ പരമാത്മ ഈ സൃഷ്ടിക്ക് വേണ്ടി എന്തിനെ ആശ്രയിച്ചെന്നാണ് പറയുന്നത്? അജ്ഞാനത്തെ ആശ്രയിച്ചു. ശരി, പരമാത്മാവിന്റെ കാര്യം ഇല്ല, നമ്മുടെ കാര്യം എടുക്കും. നമുക്കെന്തെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കണമെന്ന് തോന്നി. ഒരു വാച്ച് ഉണ്ടാക്കണമെന്ന് തോന്നി, ഒരു പുസ്തകം സൃഷ്ടിക്കണമെന്ന് തോന്നി, ഒരു മേശ ഉണ്ടാക്കണമെന്ന് തോന്നി. എന്താ? അജ്ഞാനം കൊണ്ട് ഇതിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അജ്ഞാനം കൊണ്ടാണോ ആൾക്കാർ സൃഷ്ടിക്കുന്നത്? അത് ജ്ഞാനം കൊണ്ടോ? അജ്ഞാനം കൊണ്ട് ആർക്കും ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ പോലും ആർക്കും അജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ ജ്ഞാനം വേണം. ലോകത്തിൽ പോലും ഇങ്ങനെ ഇരിക്കെ പരമാത്മാവ് അജ്ഞാനം കൊണ്ട് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അതിന് വലിയ പഠിത്തം എന്തെങ്കിലുമുണ്ട്? പരമാത്മാവിനെ സൃഷ്ടിക്കുന്നതിന് അജ്ഞാനത്തെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ആ പരമാത്മാവിന്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കും. അത് അവിടെയാണ് പരസ്പര വൈരുദ്ധ്യം വരുന്നത്. പരമാത്മാവിനെ കുറിച്ച് പറയുന്നതാണ് ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനസ്വരൂപൻ എവിടെ? അജ്ഞാനം ആശ്രയിക്കാം. അങ്ങനെയൊന്നും ഉണ്ടായിട്ട് വേണ്ടേ ആശ്രയിക്കാൻ. പിന്നെ അതിനെ ആശ്രയിച്ച് എങ്ങനെ സൃഷ്ടി നടക്കും? കാരണം അത് പരമാത്മാ എന്ന് പറയുന്ന സ്വരൂപത്തോട് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? അജ്ഞാനത്തെ ആശ്രയിച്ച് സൃഷ്ടി നടന്നു. അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ലോകത്തിൽ പോലും നടക്കുന്ന കാര്യമില്ല. പിന്നെ മറിച്ച് വേറെ ചിന്തിക്കാം, എനിക്ക് ഈ പുസ്തകത്തെ ഉണ്ടാക്കണം, ജ്ഞാനമില്ലെങ്കിൽ സൃഷ്ടി നടക്കത്തില്ല, എനിക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. വാച്ചിനെ സൃഷ്ടിക്കണം, അതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ കഴിയത്തില്ല. ലോകത്തിനും കാണുന്ന എന്താണ്? ജ്ഞാനത്തിൽ നിന്നും ആ സൃഷ്ടി. പരമാത്മാവിന് മാത്രം അജ്ഞാനം, ബാക്കിയുള്ളവർക്കെല്ലാം ജ്ഞാനം സൃഷ്ടിക്കും. ആ പറയുന്നതിന്റെ യുക്തിശൂന്യത, അബദ്ധം ആലോചിച്ചാൽ മനസ്സിലാവും. പരമാത്മാവും അജ്ഞാനിയായി, താനും അജ്ഞാനി. തന്റെ അജ്ഞാനം കൊണ്ടാണല്ലോ അപ്പോൾ പരമാത്മാവിനെ അജ്ഞാനിയാക്കിയത്. അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. പരമാത്മാവ് അജ്ഞാനത്തെ ആശ്രയിച്ച് സൃഷ്ടിച്ചു. അത് അവിടെ പരമാത്മ ചൈതന്യമല്ലാതെ ഒന്നുമില്ല. പിന്നെ ഈ സൃഷ്ടി അതാണ് പറയുന്നത്, അത് അഭിവ്യക്തി, അവിടെ നിന്ന് അഭിവ്യക്തമായതാണ്. അതിന് പരമാത്മാവിന് അജ്ഞാനത്തിന് ആവശ്യമില്ല, അതവിടെ ഇല്ല. ഇല്ലാത്തതിനെ അങ്ങനെ ആശ്രയിക്കും. അപ്പം അതിൽ
അത് അവിടെയാണ് പരസ്പര വൈരുദ്ധ്യം വരുന്നത്. ഏതുപോലെ ഈ സൂര്യൻ പ്രകാശിക്കുന്നത് ഇരുളിനെ ആശ്രയിച്ചിട്ടാണെന്ന് പറയും പോലെ അത് പറയാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഈ അജ്ഞാത ബ്രഹ്മം എന്നും മറ്റും പറയുന്ന ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണ്. അജ്ഞാനത്തെ ആശ്രയിച്ചു, അജ്ഞാനം കൊണ്ട് സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ചില ചിന്താരീതികളിൽ ഈ മൂഢന്മാരെ തലയിൽ ഇതെങ്ങനെയെങ്കിലും അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില സങ്കേതങ്ങൾ ഉപയോഗിക്കും. പക്ഷെ അത് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് പരമാത്മാവിന്റെ അഭിവ്യക്തിയാണിത്. അത് പരമാത്മാവ് തന്നെ. സൃഷ്ടിയിൽ നമ്മൾ കാണുന്ന എന്തല്ല. ഇവിടെ കുലാലൻ എന്ന് വെച്ചാൽ കുടം ഉണ്ടാക്കുന്നവന് ചക്രവും ദണ്ഡവും മണ്ണും വെള്ളവും അവന്റെ പ്രയത്നവും എല്ലാം വേറെ വേറെയാണ്. ജഗത്സൃഷ്ടിയെ സംബന്ധിച്ച് എല്ലാം പരമാത്മാവ് തന്നെ. പരമാത്മാവിൽ നിന്ന് അന്യമായ ഒരു സാധനം. എന്നാൽ പിന്നെ എന്തിനാ ഈ അജ്ഞാനം എന്നൊക്കെ പറയുന്നത്? ആ ചോദ്യം അതൊരു യുക്തിയുക്തമായ ചോദ്യമാണ്. അജ്ഞാനം, മായ എന്നൊക്കെ പറയും. അത് ഈ പരമാത്മാവിന്റെ സ്വരൂപത്തെ പിടികിട്ടാത്തതുകൊണ്ട് പറയുന്നതാണ്. അതായത് ഈ ജീവൻ സ്വയം അല്പജ്ഞനായിരിക്കുന്നവൻ പരമാത്മ തത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒന്നും പിടികിട്ടുന്നില്ല. അപ്പം പറയും മായ, അജ്ഞാനം. എന്നുവെച്ചാൽ തനിക്ക് മായ എന്ന് പറഞ്ഞാൽ പിടികിട്ടുന്നില്ല, അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ല. സ്വന്തം കാര്യം പറയുന്നതാണ്, ഈശ്വരന്റെ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ട് സാങ്കേതികമായി പറയും ഈശ്വരൻ അഭിന്ന നിമിത്തോപാദാനം എന്നെല്ലാം പറയും സാങ്കേതിക വേദാന്തത്തിൽ. അവിടെ ഇതൊന്നുമില്ല. ഈശ്വരൻ തന്നെയാണ്, ഈശ്വരന്റെ അഭിവ്യക്തിയാണ്. അതാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.